വളരെ റെവല്യൂഷണറി ആയിട്ടൊരു ബില്ലായി വന്നിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. ആ ബില്ലിൻ്റെ പേരാണ് ദ റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ. ആൻഡ് ഈ ബില്ല് എയിം ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചില പ്രൈവറ്റ് സെക്ടർ കമ്പനികളിൽ ഒരു അൺസെഡ് ആയിട്ടുള്ള റൂളാണ് ഏത് സമയം വേണമെങ്കിലും ജോലി അല്ലെങ്കിൽ പണി വന്നേക്കാം എന്നുള്ളത്. അതായത് എപ്പോഴും അവർ അവൈലബിൾ ആയിരിക്കണം. നിങ്ങളുടെ മാനേജറോ ബോസോ മെസ്സേജ് വഴിയോ കോൾ വഴിയോ ചാറ്റ് വഴിയോ നിങ്ങളുടെ അടുത്തൊരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഏത് സമയമൊന്നുമില്ല, പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ബില്ല് പറയുന്നത് ഏതൊരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയിക്കും ഒരു റൈറ്റ് ടു ഡിസ്കണക്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നോർമൽ വർക്കിംഗ് അവേഴ്സിന് ശേഷം നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, കോൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് അയച്ചിട്ട് പറയുകയാണ് ഈ ജോലി ഒന്ന് തീർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ, അതായത് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റ് ആയി ഇരിക്കാനുള്ളൊരു റൈറ്റ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിന് വേണം എന്നാണ് ഈ ബില്ല് പറയുന്നത്. ഈ ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഒഫീഷ്യൽ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എംപ്ലോയിക്കും അവരുടെ ബോസിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് വർക്കിംഗ് അവേഴ്സിന് ശേഷം ജോലി എടുക്കാൻ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരില്ല. അവർക്ക് ആ സമയം ഫ്രീ ആയി അവരുടേതായ പ്രൈവറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള 100% റൈറ്റ് അവർക്ക് ഉണ്ടാവുകയാണ്. ഈ ഒരു ബില്ലിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ബില്ല് നിയമമാവുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യൻ നിയമങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക.